ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് QPSK അല്ലെങ്കിൽ ക്വാഡ്രി ഫേസ് ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ ടെക്നിക്കാണ്. ഈ ഒരു QPSK എന്ന് പറയുന്നത് ഒരു കൊഹറൻറ്റ് ക്വാഡ്രേച്ചർ മോഡുലേഷൻ ടെക്നിക്കാണ്. സോ ആദ്യം നമുക്ക് ഈ ഒരു കൊഹറൻറ്റ് ക്വാഡ്രേച്ചർ മോഡുലേഷൻ ടെക്നിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് QPSKയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു കൊഹറൻറ്റ് ക്വാഡ്രേച്ചർ മോഡുലേഷൻ ടെക്നിക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ബാൻഡ് വിഡ്ത്ത് കൺസേർവിങ് മോഡുലേഷൻ സ്കീം. നമ്മൾ നേരത്തെ എമ്മറി മോഡുലേഷൻ്റെ കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എമ്മറി മോഡുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ബിറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് സിമ്പിൾസ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു കൊഹറൻറ്റ് ക്വാഡ്രേച്ചർ മോഡുലേഷൻ ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലും ബിറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മളുടെ സിമ്പിൾസ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു കൊഹറൻറ്റ് ക്വാഡ്രേച്ചർ മോഡുലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബാൻഡ് വിഡ്ത്ത് കൺസേർവിങ് മോഡുലേഷൻ സ്കീം. Then it is a quadrature carrier multiplexing system which produces a modulated wave of the form S of t is equal to Si of t cos 2 pi f ct minus Sq of t sin 2 pi f ct, where this Si of t is the in-phase component of the modulated wave and Sq of t is the quadrature component. ഈ ഒരു കൊഹറൻറ്റ് ക്വാഡ്രേച്ചർ മോഡുലേഷൻ ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം രണ്ട് കരിയേഴ്സ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കോസ് കരിയറും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സൈൻ കരിയറും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വി നോ ദിസ് കോസ് ആൻഡ് സൈൻ ആർ ഇൻ ഫേസ് ക്വാഡ്രേച്ചർ. സോ അതുകൊണ്ടാണ് നമ്മളിതിനെ ക്വാഡ്രേച്ചർ മോഡുലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കേസിൽ നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകമിങ് ഡേറ്റ സ്ട്രീമിനെ നമ്മൾ രണ്ട് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒരു സെക്ഷനെ നമ്മൾ കോസ് കരിയർ യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്യും, അടുത്ത സെക്ഷനെ നമ്മൾ സൈൻ കരിയർ യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്യും. ദെൻ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ എസ് ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്മിറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മളുടെ കൊഹറൻറ്റ് ക്വാഡ്രേച്ചർ മോഡുലേറ്റഡ് സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഈ കോസ് ഫംഗ്ഷൻ്റെ റിലേറ്റഡ് കമ്പോണൻറ്റിനെ നമ്മൾ ഇൻഫേസ് കമ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ സൈൻ ഫംഗ്ഷൻ്റെ റിലേറ്റഡ് കമ്പോണൻറ്റിനെ നമ്മൾ ക്വാഡ്രേച്ചർ കമ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ സൈനും കോസും ഫേസ് ക്വാഡ്രേച്ചറിലാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിൽ ഒരെണ്ണത്തിനെ നമ്മൾ ഇൻഫേസ് കമ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, അടുത്തതിന് നമ്മൾ ക്വാഡ്രേച്ചർ കമ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ നമ്മൾ കോസിൻ്റെ ആ ഒരു കമ്പോണൻറ്റിനെയാണ് ഇൻഫേസ് കമ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ സൈനിൻ്റെ ആ ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ ക്വാഡ്രേച്ചർ component ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹിയർ ദിസ് Si of t and Sq of t are related to the input data stream in a way that is characteristic of the type of modulation used. ഇവിടെ രണ്ട് കരിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മളുടെ ഇൻകമിങ് ഡേറ്റ സ്ട്രീമിനെ രണ്ട് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെക്ഷനെ നമ്മൾ ഒരു കരിയർ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും, അതേപോലെ തന്നെ അടുത്ത സെക്ഷനെ നമ്മൾ അടുത്ത കരിയർ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും. ദെൻ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ എസ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണെങ്കിൽ നമ്മളുടെ ഇൻകമിങ് ഡേറ്റ സ്ട്രീമിനനുസരിച്ചിട്ട് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. സോ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ഇൻഫോർമേഷൻ ആയിരിക്കും ഈ SI of t എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും. ദെൻ ഇപ്പോൾ നമ്മൾ ഫേസ് മോഡുലേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഇൻകമിങ് ഡേറ്റ സ്ട്രീമിനനുസരിച്ചിട്ട് നമ്മളുടെ കരിയേഴ്സിൻ്റെ ആ ഒരു ഫേസിലായിരിക്കും നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. സോ ആ ഒരു ഫേസ് ഇൻഫർമേഷൻ ആയിരിക്കും ഈ SI of t ആൻഡ് SQ of t കമ്പോണൻസിൽ വരുന്നത്. ഇനി നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഇൻകമിംഗ് ഡാറ്റ സ്ട്രീമിനനുസരിച്ചിട്ട് കരിയറിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. സോ ആ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ആക്ച്വലി ഈ SI of t ആൻഡ് SQ of t കമ്പോണൻസിൽ വരുന്നത്. ഓക്കെ, സോ ഈ SI of t ആൻഡ് SQ of t നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഇൻപുട്ട് ഡേറ്റ സ്ട്രീം ഇൻ എ വേ ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ടൈപ്പ് ഓഫ് മോഡുലേഷൻ യൂസ്ഡ്. നമ്മളുടെ ഇൻപുട്ട് ഡേറ്റ സ്ട്രീമിനനുസരിച്ചിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മോഡുലേഷൻ ടെക്നിക്കിനനുസരിച്ചിട്ടുമാണ് നമ്മളുടെ ഈ SI of t ആൻഡ് SQ of t യുടെ വാല്യൂസ് വരുന്നത്. നൗ നമുക്ക് നമ്മളുടെ QPSK മോഡുലേഷൻ ടെക്നിക്കിലേക്ക് പോകാം. ഈ QPSK മോഡുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കൊഹറൻറ്റ് ക്വാഡ്രേച്ചർ മോഡുലേഷൻ ടെക്നിക്കാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി QPSK മോഡുലേഷൻ ടെക്നിക് ഓർ ക്വാഡ്രി ഫേസ് ഷിഫ്റ്റ് കീയിങ് ടെക്നിക്. ഈ ഒരു QPSK ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് BPSK. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ BPSK മോഡുലേഷൻ ടെക്നിക്ക് പഠിച്ചു. ആ ഒരു BPSKയുടെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മളുടെ QPSK വരുന്നത്.
ഈ ഒരു QPSK നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫോമിലാണ് ആ ഒരു ട്രാൻസ്മിറ്റഡ് സിഗ്നൽ വരുന്നത്. അതായത് നമ്മൾ 2 കാരിയേഴ്സ് ആ ഒരു കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കോസ് കാരിയറും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സൈൻ കാരിയറും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് രണ്ടും 2 സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ഒരു സിംഗിൾ BPSK സെക്ഷനായിട്ട് ആക്ട് ചെയ്യും, ഇത് അടുത്ത ഒരു BPSK സെക്ഷനായിട്ട് ആക്ട് ചെയ്യും. ദെൻ ആ 2 BPSK സെക്ഷൻസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് QPSK സിഗ്നൽ കിട്ടുന്നത്. സോ ഈ QPSK എന്ന് പറയുന്നത് നമ്മളുടെ BPSKയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ഈ ക്വാഡ്രി ഫേസ് ഷിഫ്റ്റ് കീയിങ് ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ BPSKയിൽ പറഞ്ഞതുപോലെ ദ ഇൻഫർമേഷൻ ക്യാരിഡ് ബൈ ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി ഫേസ്. നമ്മളുടെ ഇൻപുട്ട് സിമ്പലിനനുസരിച്ചിട്ട് നമ്മളുടെ കരിയറിൻ്റെ ഫേസിലാണ് ആ ഒരു ചേഞ്ച് ഇവിടെ നമ്മൾ വരുത്തുന്നത്. ദെൻ ഈ ഒരു QPSK കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹിയർ ദി സിമ്പിൾസ് ആർ ഇൻ ദി ഫോം ഓഫ് ഡൈബിറ്റ്സ്. അതായത് ഒരു 2-ബിറ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഒരു കേസിൽ നമുക്ക് സിമ്പിൾസ് വരുന്നത്. 2-ബിറ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സിമ്പിൾസ് ഉണ്ടായിരിക്കും? നമുക്ക് 4 സിമ്പിൾസ് വരും, ശരിയല്ലേ? 00, 01, 10 ആൻഡ് 11 എന്ന് പറയുന്ന 4 സിമ്പിൾസ് ആയിരിക്കും ഈ ഒരു QPSKയുടെ കേസിൽ നമുക്ക് വരുന്നത്. സോ ആ 4 സിമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 4 ഡിഫറെൻറ്റ് ഫേസുകൾ വേണം. കാരണം നമ്മൾ ഫേസ് ഷിഫ്റ്റ് കീയിങ് ടെക്നിക്കാണ് കൺസിഡർ ചെയ്യുന്നത്. ഫേസ് ഷിഫ്റ്റ് കീയിങ് ടെക്നിക്കിൽ നമ്മൾ സിമ്പിളിനെ ഫേസ് ചേഞ്ച് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 4 സിമ്പിൾസ് ഉണ്ടെങ്കിൽ ആ 4 സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 4 ഡിഫറെൻറ്റ് ഫേസുകൾ വേണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസുകൾ എന്ന് പറയുന്നത് π/4, 3π/4, 5π/4 ആൻഡ് 7π/4 ഫേസസ് ആണ്. ദെൻ ഈച്ച് പോസിബിൾ വാല്യൂ ഓഫ് ദി ഫേസ് കറസ്പോണ്ട്സ് ടു എ യൂണിക് ഡൈബിറ്റ്. ഓരോ ഡൈബിറ്റിനും അതിൻ്റേതായ ആ ഒരു കറസ്പോണ്ടിങ് ഫേസ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, then we may choose the foregoing set of phase values to represent the gray encoded set of die bits 10, 00, 01 and 11 where only a single bit is changed from one die bit to the next. നമ്മളിവിടെ ആ ഒരു ഡൈബിറ്റ്സിൻ്റെ ആ ഒരു ഓർഡർ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്. നമ്മൾ ഫസ്റ്റ് സിമ്പിളായിട്ട് എടുക്കുന്നത്, അതായത് M1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 10 ആണ്, M2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 00 ആണ്, M3 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 01 ആണ്, M4 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 11 ആണ്. ഈ ഒരു ഗ്രേ എൻകോഡഡ് സെറ്റാണ് നമ്മൾ ആ ഒരു സിമ്പിൾ സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഗ്രേ എൻകോഡഡ് സീക്വൻസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അഡ്ജസൻറ്റ് ഡൈബിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് തമ്മിൽ ഒരു 1 ബിറ്റ് ഡിഫറൻസ് ആണ് വരുന്നത്. അതായത് ഈ 2 കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ MSBയിലാണ് ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. LSB പോർഷൻ സെയിം ആണ്, ഒരു ബിറ്റ് പൊസിഷനിൽ മാത്രമാണ് ആ ഒരു ചേഞ്ച് ഒക്കർ ചെയ്തിരിക്കുന്നത്. ദെൻ ഇത് രണ്ടും തമ്മിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഈ MSB വാല്യൂസ് സെയിം ആണ്, ഈ LSB വാല്യൂവിലാണ് ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിംഗിൾ പൊസിഷനിൽ മാത്രമേ ആ ഒരു ബിറ്റ് ചേഞ്ച് നമുക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, സോ അതേപോലെ ഒരു 1 ബിറ്റ് ചേഞ്ച് ആണ് ഈ ഒരു ഗ്രേ എൻകോഡഡ് സെറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു ഫോമിൽ എന്തിനാണ് ആ ഒരു സീക്വൻസ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാകും. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു സിമ്പിൾ 1 കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് 10 എന്ന് പറയുന്ന ഈ ഒരു ഡൈബിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് π/4 എന്ന് പറയുന്ന ഫേസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മളുടെ മെസ്സേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ 10 എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ വരയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കരിയറിൽ വരുന്ന ആ ഒരു കറസ്പോണ്ടിങ് ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് π/4 ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മളുടെ സിമ്പിൾ 2, അതായത് ഡൈബിറ്റ് 00 ആണ് നമ്മളുടെ മെസ്സേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ കരിയറിൽ വരുന്ന ആ ഒരു ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് 3π/4 ആയിരിക്കും. ദെൻ 01 ആണ് നമ്മളുടെ മെസ്സേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിമ്പിളെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ കരിയറിൽ വരുന്ന ആ ഒരു ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് 5π/4 ആയിരിക്കും. ദെൻ നമ്മളുടെ സിമ്പിൾ 4, അതായത് 11 ആണ് നമ്മളുടെ മെസ്സേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കരിയറിൽ വരുന്ന ആ ഒരു ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് 7π/4 ആയിരിക്കും. സോ നമുക്ക് QPSK കേസിൽ 4 സിമ്പിൾസും അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 4 ഡിഫറെൻറ്റ് ഫേസുകളും ഉണ്ട്. ദെൻ നമുക്ക് ഈ 4 ഡിഫറെൻറ്റ് സിമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട്
4 ഡിഫറെൻറ്റ് മോഡുലേറ്റഡ് സിഗ്നൽസ് ഉണ്ടായിരിക്കും. ആ സിഗ്നൽസാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ മെസ്സേജ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് S1 എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ടാകും. മെസ്സേജ് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് S2 എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ടായിരിക്കും. ദെൻ നമ്മളുടെ മെസ്സേജ് 3ക്ക് അല്ലെങ്കിൽ നമ്മളുടെ സിമ്പിൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് S3 എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ടാകും. ദെൻ നമ്മളുടെ സിമ്പിൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് S4 എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ടായിരിക്കും. ദെൻ ആ S1 ടു S4 എന്ന് പറയുന്ന ആ 4 സിഗ്നൽസിനെ ജനറൽ ആയിട്ട് നമുക്ക് SI ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ദാറ്റ് I വേരീസ് ഫ്രം 1 to 4. ഓക്കെ, ദെൻ ദ ഇക്വേഷൻ ഫോർ SI ഈസ് ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2E/t cos 2πfct പ്ലസ് 2i-1 π/4 in the range 0 to capital T and it is 0 elsewhere. ഈ ഇക്വേഷനിൽ I = 1 ആകുമ്പോൾ നമുക്ക് S1 എന്ന് പറയുന്ന സിഗ്നൽ കിട്ടും. അതായത് നമ്മളുടെ സിമ്പിൾ 10ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മോഡുലേറ്റഡ് സിഗ്നൽ നമുക്ക് കിട്ടും. ദെൻ 10 ആണ് മെസ്സേജ് സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നതെങ്കിൽ നമ്മൾ π/4 ഫേസ് ചേഞ്ച് ആണ് കരിയറിൽ വരുത്തുന്നത്. സോ ആ ഒരു ഫേസ് നമുക്കിവിടെ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. I = 1 ആകുമ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് 2 × 1 - 1 π/4 വരും. അതായത് 2 × 1 എന്ന് പറയുന്നത് 2 ആണ്. 2 - 1 എന്ന് പറയുമ്പോൾ അത് 1 വരും. സോ 1 × π/4 കിട്ടും. അതായത് ഇവിടെ നമുക്ക് π/4 ആണ് ആ ഒരു ഫേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ I = 1 ആകുമ്പോൾ S1 എന്ന് പറയുന്ന സിഗ്നൽ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2E/t cos 2πfct പ്ലസ് π/4 ആണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദി മോഡുലേറ്റഡ് സിഗ്നൽ ഫോർ ദി സിമ്പിൾ 10. ഓക്കെ, ദെൻ I = 2 ആകുമ്പോൾ നമുക്ക് S2 എന്ന് പറയുന്ന സിഗ്നൽ കിട്ടും. ആ S2 എന്ന് പറയുന്ന സിഗ്നൽ നമ്മളുടെ സിമ്പിൾ 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മോഡുലേറ്റഡ് സിഗ്നലാണ്. ഓക്കെ, ദെൻ 0 ആണ് നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നതെങ്കിൽ നമ്മൾ കരിയറിൽ വരുത്തുന്ന ആ ഒരു ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് 3 π/4 ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ഒരു 3 π/4 വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. I = 2 ആകുമ്പോൾ ഇവിടെ നമുക്ക് 2 × 2 - 1 π/4 വരും. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 4 - 1 എന്ന് പറയുന്നത് 3 ആണ്. സോ ഇവിടെ നമുക്ക് 3 π/4 കിട്ടും. ഓക്കെ, സോ I = 2 ആകുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് S2 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2E/t cos 2πfct പ്ലസ് 3 π/4 ആണ്. ഓക്കെ, ദെൻ ഇവിടെ I = 3 ആകുമ്പോൾ നമുക്ക് S3 എന്ന് പറയുന്ന സിഗ്നൽ കിട്ടും. അതായത് നമ്മളുടെ സിമ്പിൾ 0-1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടും. ദെൻ 0-1 ആണ് ഇൻഫർമേഷൻ സോഴ്സിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫേസ് എന്ന് പറയുന്നത് 5 π/4 ആണ്. സോ ഈ ഒരു വാല്യൂ നമുക്ക് 5 π/4 വരണം. അത് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. I = 3 ആകുമ്പോൾ ഈ ടേം എന്ന് പറയുന്നത് 2 × 3 - 1 π/4 വരും. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 6 - 1 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. സോ ഇവിടെ നമുക്ക് 5 π/4 കിട്ടും. ഓക്കെ, സോ S3 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2E/t cos 2πfct പ്ലസ് 5 π/4 വരും. ആൻഡ് ദാറ്റ് ഈസ് ദി മോഡുലേറ്റഡ് സിഗ്നൽ കറസ്പോണ്ടിങ് ടു സിമ്പിൾ 0-1. ദെൻ ഈ ഇക്വേഷനിൽ I = 4 ആകുമ്പോൾ നമുക്ക് S4 കിട്ടും. അതായത് ഈ 1-1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടും. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫേസ് എന്ന് പറയുന്നത് 7 π/4 ആണ്. സോ S4 ഈ ഒരു ടേം എന്ന് പറയുന്നത് 7 π/4 വരണം. അത് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. I = 4 ആകുമ്പോൾ ഇവിടെ നമുക്ക് 2 × 4 - 1 π/4 വരും. അതായത് 8 - 1 π/4 വരും. 8 - 1 എന്ന് പറയുന്നത് 7 ആണ്. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് നമുക്ക് 7 π/4 കിട്ടും. ഓക്കെ, സോ I = 4 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന S4 എന്ന് പറയുന്ന സിഗ്നൽ സ്ക്വയർ റൂട്ട് ഓഫ് 2E/t cos 2πfct പ്ലസ് 7 π/4 ആയിരിക്കും. ഓക്കെ, അതായത് ഈ 1-1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മോഡുലേറ്റഡ് സിഗ്നൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കിട്ടും. സോ അങ്ങനെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആ S1 ടു S4 എന്ന് പറയുന്ന ആ മോഡുലേറ്റഡ് സിഗ്നൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതിൽ ക്യാപിറ്റൽ E എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എനർജി പെർ സിമ്പിൾ ആണ്.
നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ BPSK പഠിച്ചപ്പോൾ അവിടെ ഒരു സിമ്പല് എന്ന് പറയുന്നത് ഒരു ബിറ്റ് ആയിരുന്നു. സോ നമ്മൾ അവിടെ EB ആയിട്ടാണ് ആ ഒരു സിമ്പലിൻ്റെ എനർജിനെ ഡിനോട്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു QPSK കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സിമ്പലിൽ 2 ബിറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു സിമ്പലിൻ്റെ എനർജി എന്ന് പറയുന്നത് 2 ബിറ്റിൻ്റെ എനർജിയാണ്. അതായത് E എന്ന് പറയുന്നത് 2EB ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു സിമ്പൽ എനർജിനെ E ആയിട്ട് ഡിനോട്ട് ചെയ്തത്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സിമ്പലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. സോ ആ ഒരു സിമ്പലിൻ്റെ എനർജി E ആണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇതിൽ ഈ ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സിമ്പൽ ഡ്യൂറേഷൻ. നമ്മൾ BPSK പഠിച്ചപ്പോൾ അവിടെ സിമ്പലിൽ ഒരു സിംഗിൾ ബിറ്റാണ് വന്നിരുന്നത്. സോ നമ്മളുടെ സിമ്പൽ ഡ്യൂറേഷനും ബിറ്റ് ഡ്യൂറേഷനും ആ ഒരു കേസിൽ സെയിം ആയിരുന്നു. ബട്ട് ഈ ഒരു കേസിൽ നമുക്ക് ഒരു സിമ്പലിൽ 2 ബിറ്റുകൾ വരുന്നുണ്ട്. സോ നമ്മളുടെ സിമ്പൽ ഡ്യൂറേഷൻ T ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ BPSKയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ദ കരിയർ ഫ്രീക്വൻസി FC ഈസ് ഈക്വൽ ടു NC/T ഫോർ സം ഫിക്സഡ് ഇൻറ്റീജർ NC. ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? നമ്മളുടെ ഒരു T എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ഡ്യൂറേഷനിൽ ഇൻ്റഗ്രൽ നമ്പർ ഓഫ് സൈക്കിൾസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിയർ ഫ്രീക്വൻസി NC/T ആയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ QPSK ടെക്നിക്കിൽ 4 സിമ്പിൾസ് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. ദെൻ ആ 4 സിമ്പിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു 4 സിഗ്നൽസിനെ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? QPSKയുടെ സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രം നമുക്ക് വരക്കണം. QPSKയുടെ സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രം വരക്കാനായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം? നമുക്ക് ആദ്യം ഈ ഒരു കേസിൽ എത്ര ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. ദെൻ നമ്മളുടെ സിഗ്നൽ വെക്റ്റേഴ്സ് S12 S4 നമ്മൾ കണ്ടുപിടിക്കണം. 4 സിമ്പിൾസ് ആണുള്ളത്. സോ നമുക്ക് 4 സിഗ്നൽ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ആ സിഗ്നൽ വെക്റ്റേഴ്സിനെ നമുക്ക് ആ ഒരു n ഡയമെൻഷണൽ സ്പേസിൽ മാർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രം കിട്ടുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് എത്ര ബേസിസ് ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് പോവുകയാണ്. ഈ ഒരു ടേം നോക്കുക, ഇവിടെ cos A+B എന്നുള്ള ഫോമിലാണ് ഈ ഒരു ടേം വന്നിരിക്കുന്നത്. ദെൻ നമുക്കറിയാം cos A+B എന്ന് പറയുന്നത് cos A cos B മൈനസ് sin A sin B ആണ്. ഓക്കെ, സോ ആ ഒരു ഫോമിൽ നമുക്ക് ഈ ഒരു ടേമിനെ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? cos 2πfct ഇൻറ്റു cos 2i-1π/4 മൈനസ് sin 2πfct ഇൻറ്റു sin 2i-1π/4 വരും. ദെൻ ആ കംപ്ലീറ്റ് ടേമിനെ നമുക്ക് √2e/t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആ ഒരു ഇക്വേഷൻ നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ SI/Tയുടെ ഇക്വേഷനെ ഈ ഒരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് SI/T ഈക്വൽ ടു √2e/t cos 2i-1π/4 ഇൻറ്റു cos 2πfct മൈനസ് √2e/t ഇൻറ്റു sin 2i-1π/4 ഇൻറ്റു sin 2πfct എന്നുള്ള ഫോമിൽ കിട്ടും. And here I varies from 1 to 4 and the duration of this signal SI/T is from 0 to capital T. Now ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞ ഈ ഒരു ഇക്വേഷന് സിമിലർ ആയിട്ടല്ല വന്നിരിക്കുന്നത്. അതായത് S(t) is equal to SI(t) cos 2πfct മൈനസ് SQ(t) sin 2πfct ഫോമിലാണ് ഈ ഒരു QPSKയുടെ ഇക്വേഷൻ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഈ ഒരു ടേം അതായത് √2e/t cos 2i-1π/4 ആണ് നമ്മളുടെ SI(t)ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം. ദെൻ ഈ ഒരു ടേം അതായത് √2e/t sin 2i-1π/4 ആണ് നമ്മളുടെ SQ(t)ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം. ദെൻ ഇവിടെ നമ്മൾ ഫേസ് മോഡുലേഷൻ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഫേസ് റിലേറ്റഡ് ടേം ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നൗ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം 2 കരിയേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കോസ് കരിയറും യൂസ് ചെയ്യുന്നുണ്ട്, സൈൻ കരിയറും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇൻകമിംഗ് ഡേറ്റ സ്ട്രീമിനെ നമ്മൾ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെക്ഷനെ
കോസ് കരിയർ വെച്ചിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്യും. അടുത്ത സെക്ഷനെ നമ്മൾ സൈൻ കരിയർ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും. ദെൻ ആ രണ്ട് സെക്ഷൻസിൻ്റെയും ഔട്ട്പുട്ട്സിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ SI എന്ന് പറയുന്ന QPSK സിഗ്നൽ കിട്ടുന്നത്. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഫേസ് മോഡുലേഷൻ ആണ് ചെയ്യുന്നത്. സോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു BPSK സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഒരു BPSK സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് നമ്മളുടെ ഡൈ ബിറ്റ്സിൽ ഒരു ബിറ്റിനെ ഈ ഒരു കോസ് കരിയർ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും, അടുത്ത ബിറ്റിനെ സൈൻ കരിയർ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും. ദെൻ അത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യും. ദെൻ ഈ ഒരു കേസിൽ നമുക്ക് എത്ര ബേസിസ് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും? ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ BPSK ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് നമുക്കൊരു ബേസിസ് ഫംഗ്ഷൻ കിട്ടും. ദെൻ ഈ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് അടുത്ത ഒരു BPSK സെക്ഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു ബേസിസ് ഫംഗ്ഷനും കിട്ടും. ഇത് കോസ് കരിയറിലും ഇത് സൈൻ കരിയറിലുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കോസിൻ്റെ ഫോമിലുള്ള ഒരു ബേസിസ് ഫംഗ്ഷനും സൈനിൻ്റെ ഫോമിലുള്ള അടുത്ത ഒരു ബേസിസ് ഫംഗ്ഷനും കിട്ടും. ഈ ഒരു BPSK സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബേസിസ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ √2/t cos 2πfct ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ആ ഒരു ബേസിസ് ഫംഗ്ഷൻ. സോ φ1 എന്ന് പറയുന്നത് √2/t cos 2πfct ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ ഇതേപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് √2/t sin 2πfct വരും. അതാണ് നമ്മളുടെ സെക്കൻഡ് ബേസിസ് ഫംഗ്ഷൻ. സോ φ2 എന്ന് പറയുന്നത് √2/t sin 2πfct വരും. ദെൻ ഇവിടെ ഈ സിഗ്നലിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0 to T വരെയാണ്. സോ നമ്മളുടെ ഈ ബേസിസ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെയും ഡ്യൂറേഷൻ വരുന്നത് ഈ 0 to T ആയിരിക്കും. ദെൻ ഈ ഓർത്തോനോർമൽ ബേസിസ് ഫങ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആയിരിക്കണം. അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും നോം വാല്യൂസ് ഈക്വൽ ടു 1 ആയിരിക്കണം എന്നുള്ളത് നമുക്കറിയാം. അതങ്ങനെയാണോ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ φ1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കോസ് 2πfct ആണ് വന്നിരിക്കുന്നത്. φ2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ സൈൻ 2πfct ആണ് വന്നിരിക്കുന്നത്. സോ ദേ ആർ ഇൻ ഫേസ് ക്വാഡ്രേച്ചർ. ഇത് രണ്ടും ഓർത്തോഗണൽ ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആണ്. ദെൻ ഇതിൻ്റെ നോം വാല്യൂസ് എന്ന് പറയുന്നത് 1 ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഈ ഒരു കൊസൈൻ സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ആക്ച്വലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് √2e/t എന്നുള്ള ഫോമിലാണ്. അതിൽ E എന്ന് പറയുന്നതാണ് ആ ഒരു സിഗ്നലിൻ്റെ എനർജി ആയിട്ട് നമ്മൾ പറഞ്ഞത്. ദെൻ ഇവിടെ ഈ സിഗ്നൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ √e എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇവിടെ ഇല്ല. നോം വാല്യൂ 1 ആക്കാനായിട്ട് നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ്? നമ്മളുടെ ആ ഒരു സിഗ്നലിനെ √energy ടേം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ അത് ആക്ച്വലി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആ √e ടേം വന്നിട്ടില്ല, ഇവിടെയും നമുക്ക് ആ ഒരു √e ടേം വന്നിട്ടില്ല. സോ ഇതിൻ്റെ നോം വാല്യൂസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ ഈ φ1 φ2 ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ നോം വാല്യൂസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. സോ ദിസ് φ1 ആൻഡ് φ2 കൺസ്റ്റിറ്റ്യൂട്ട്സ് ദി ഓർത്തോനോർമൽ ബേസിസ് ഫങ്ഷൻസ്. ഓക്കെ, സോ ഈ ഒരു QPSKയുടെ കേസിൽ നമുക്ക് 2 ബേസിസ് ഫങ്ഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മളുടെ n ഡൈമെൻഷണൽ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ആക്ച്വലി 2 ഡൈമെൻഷണൽ സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ബേസിസ് ഫംഗ്ഷൻ്റെ ടേംസിൽ SI ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഒരു ഫസ്റ്റ് ടൈം കൺസിഡർ ചെയ്യുക. ഇവിടെ √2/t cos 2πfct എന്ന് പറയുന്നതാണ് നമ്മളുടെ ബേസിസ് ഫംഗ്ഷൻ. ദെൻ അത് കഴിഞ്ഞിട്ട് റിമൈനിങ് നമുക്ക് വരുന്നത് √e cos 2i-1 π/4 ആണ്. സോ ഈ ഒരു ടേമിനെ നമുക്ക് √e cos 2i-1 π/4 ഇൻറ്റു φ1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ദെൻ അതേപോലെ ഈ ഒരു സെക്കൻഡ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ √2/t sin 2πfct എന്ന് പറയുന്നതാണ് നമ്മളുടെ സെക്കൻഡ് ബേസിസ് ഫംഗ്ഷൻ φ2. ദെൻ ഇവിടെ ബാക്കി വരുന്നത് √e sin 2i-1 π/4 ആണ്. സോ നമുക്ക് ഈ ഒരു
ഒരു സെക്ഷനെ സ്ക്വയർ റൂട്ട് ഓഫ് ഇ സൈൻ 2i-1 ഇൻറ്റു φ2 ഓഫ് ടി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ φ1 ഓഫ് ടി ആൻഡ് φ2 ഓഫ് ടിയുടെ ടേംസിൽ നമുക്ക് SI ഓഫ് ടീനെ ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് SI ഓഫ് ടി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇ കോസ് 2i-1 ഇൻറ്റു φ1 ഓഫ് ടി മൈനസ് റൂട്ട് ഇ സൈൻ 2i-1 ഇൻറ്റു φ2 ഓഫ് ടി. നൗ നെക്സ്റ്റ് നമുക്ക് സിഗ്നൽ വെക്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് 4 സിമ്പിൾസ് ആണ് ഉള്ളത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 4 സിഗ്നൽസ് ഉണ്ട്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 4 സിഗ്നൽ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. S1, S2, S3, S4 എന്ന് പറയുന്ന 4 സിഗ്നൽ വെക്റ്റേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും. ദെൻ SI എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് SI12 SIN വാല്യൂസ് ആണ് അതിൽ വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ദെൻ 2 ഡയമെൻഷണൽ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 2 വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, SI1ഉം SI2ഉം. ഈ ഒരു സിഗ്നൽ വെക്റ്റർ കിട്ടാനായിട്ട് നമുക്ക് ഈ SI1ഉം SI2ഉം കാൽക്കുലേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് ഇതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ SI1ൻ്റെയും SI2ൻ്റെയും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് നമുക്കത് എഴുതാനായിട്ട് പറ്റും. സോ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് എങ്ങനെയാണ് ആ വാല്യൂസ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ SI ഓഫ് ടിനെ നമ്മളുടെ ബേസിസ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്ന ആ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് SI ഓഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ j ഈക്വൽ ടു 1 to n SIJ φj ഓഫ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് 2 ഡയമെൻഷണൽ കേസാണ് വരുന്നത്. അതായത് j ഈക്വൽ ടു 1 to 2 കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് SI1 φ1 ഓഫ് ടി പ്ലസ് SI2 φ2 ഓഫ് ടി എന്നുള്ള ഫോമിൽ കിട്ടും. ദെൻ ഈ ഇക്വേഷനും നമ്മളുടെ ഈ ഇക്വേഷനും തമ്മിലൊന്ന് കമ്പയർ ചെയ്തേ. ഇതിലെ ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആക്ച്വലി SI1 φ1 ഓഫ് ടി ആണ്. സോ SI1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇ കോസ് 2i-1 ആയിരിക്കും. ദെൻ ഈ സെക്കൻഡ് ടേമും ഇതും ഒന്ന് കമ്പയർ ചെയ്തേ. ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് SI2 φ2 ഓഫ് ടി ആണ്. സോ SI2 എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ഇ സൈൻ 2i-1 ആയിരിക്കും. സോ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് SI1ൻ്റെയും SI2ൻ്റെയും ഇക്വേഷൻസ് എഴുതാനായിട്ട് പറ്റും. ദെൻ അതേപോലെ തന്നെ SI1ൻ്റെയും SI2ൻ്റെയും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വി നോ SI1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ക്യാപിറ്റൽ T SI ഓഫ് ടി φ1 ഓഫ് ടി dt. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഇതിലെ SI ഓഫ് ടിക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഈ φ1 ഓഫ് ടി ആൻഡ് φ2 ഓഫ് ടിയുടെ ടേംസിൽ എഴുതിയിരിക്കുന്ന ഈ SI ഓഫ് ടിയുടെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ SI ഓഫ് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് SI1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to T റൂട്ട് ഇ കോസ് 2i-1 ഇൻറ്റു φ1 ഓഫ് ടി മൈനസ് റൂട്ട് ഇ സൈൻ 2i-1 ഇൻറ്റു φ2 ഓഫ് ടി ഇൻറ്റു φ1 ഓഫ് ടി dt. ദെൻ ഇതിനെ നമുക്ക് 2 ടേമുകളായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ φ1 ഓഫ് ടി വെച്ചിട്ട് ഇതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രലും അപ്ലൈ ചെയ്യുക. ദെൻ ഈ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഈ റൂട്ട് ഇ കോസ് 2i-1 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ആണ്. സോ അത് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഔട്ട്സൈഡ് എടുത്ത് എഴുതാം. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് റൂട്ട് ഇ കോസ് 2i-1 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T φ1 ഓഫ് ടി ഇൻറ്റു φ1 ഓഫ് ടി dt വരും. അതായത് φ1 ഓഫ് ടി സ്ക്വയർ dt ആയിട്ട് നമുക്കതിനെ എഴുതാം. ദെൻ ഈ സെക്കൻഡ് ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലും ഈ റൂട്ട് ഇ സൈൻ 2i-1 കോൺസ്റ്റൻറ്റ് ടേം ആണ്. സോ അത് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തെഴുതാം. സോ ഹിയർ വി വിൽ ഗെറ്റ് റൂട്ട് ഇ സൈൻ 2i-1 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T φ1 ഓഫ് ടി ഇൻറ്റു φ2 ഓഫ് ടി dt വരും. ദെൻ ഇവിടെ ഇൻ്റഗ്രൽ 0 to T φ1 ഓഫ് ടി സ്ക്വയർ dt യുടെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് നോം വാല്യൂ ഓഫ് φ1 ഓഫ് ടി ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.
ദെൻ ഇവിടെ ഇൻ്റഗ്രൽ 0 to t φ1 of t ഇൻറ്റു φ2 of t dt യുടെ വാല്യൂ എന്താണ്? ഇത് രണ്ട് ഡിഫറൻറ്റ് ബേസിസ് ഫംഗ്ഷൻസ് ആണ് അല്ലേ. സോ ആ രണ്ട് ഡിഫറൻറ്റ് ബേസിസ് ഫംഗ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോകും. ദെൻ ഇവിടെ നമുക്ക് ദിസ് 1 ഇൻറ്റു 1 വരും. സോ നമുക്ക് SI1 എന്ന് പറയുന്നത് √e cos 2i - 1 π/4 കിട്ടും. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്? ആ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ എഴുതിയിരുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണ്, √e cos 2i - 1 π/4. ദെൻ നമുക്ക് SI2ൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് SI2ൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വി നോ SI2 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t SI of t φ2 of t dt. ദെൻ ഇതിൽ SI of tയുടെ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദിസ് വൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t √e cos 2i - 1 π/4 ഇൻറ്റു φ1 of t മൈനസ് √e sin 2i - 1 π/4 ഇൻറ്റു φ2 of t ഇൻറ്റു φ2 of t dt. ദെൻ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ രണ്ട് ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ദെൻ ഈ √e cos 2i - 1 π/4 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്ത് എഴുതുക. സോ √e cos 2i - 1 π/4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t φ1 of t ഇൻറ്റു φ2 of t dt. Then here we will get √e sin 2i - 1 π/4 into integral 0 to t φ2 of t into φ2 of t dt, അതായത് φ2 of t സ്ക്വയർ dt വരും. ദെൻ ഇവിടെ ഈ ഇൻ്റഗ്രൽ 0 to t φ2 of t സ്ക്വയർ dt എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെന്നുള്ളത് നമുക്കറിയാം. ദെൻ ഇവിടെ ഇൻ്റഗ്രൽ 0 to t φ1 of t ഇൻറ്റു φ2 of t dt എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. സോ ഈ ഒരു ടൈം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോയി. പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ദിസ് 1 ഇൻറ്റു 1 വരും. അതായത് നമുക്ക് SI2 എന്ന് പറയുന്നത് മൈനസ് √e sin 2i - 1 π/4 കിട്ടും. ഇത് തന്നെയല്ലേ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടിയത്? SI2 എന്ന് പറയുന്നത് മൈനസ് √e sin 2i - 1 π/4 ആണ്. ഓക്കെ, സോ SI1 എന്ന് പറയുന്നത് ഇതാണ്, SI2 എന്ന് പറയുന്നത് ഇതാണ്. നൗ നമുക്ക് നമ്മുടെ സിഗ്നൽ വെക്ടർ SIയുടെ ഇക്വേഷൻ എഴുതാം. SI എന്ന് പറയുന്നത് എന്ത് വരും? SI ഈസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ ഇവിടെ വരും, ഈ ഒരു വാല്യൂ ഇവിടെ വരും. സോ SI ഈസ് ഈക്വൽ ടു √e cos 2i - 1 π/4 ദെൻ മൈനസ് √e sin 2i - 1 π/4. ഈ ഒരു ഫോമിലാണ് നമുക്ക് സിഗ്നൽ വെക്ടർ SI കിട്ടുന്നത്. ആൻഡ് ഹിയർ I വേരീസ് ഫ്രം 1 to 4. നൗ ഇതിൽ നിന്ന് നമുക്ക് ആ S1 to S4 സിഗ്നൽ വെക്ടേഴ്സിൻ്റെ ആ വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ S1 to S4 പോയിന്റ്സ് നമ്മളുടെ 2 ഡയമെൻഷണൽ സ്പേസിൽ മാർക്ക് ചെയ്തിട്ട് ആ ഒരു സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കണം. ഇതിൽ I ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് S1 എന്ന് പറയുന്ന സിഗ്നൽ വെക്ടർ കിട്ടും. I ഈക്വൽ ടു 1 ആകുമ്പോൾ ഇവിടെ വരുന്ന ഫേസ് എന്താണ്? π/4 അല്ലേ. ഓക്കെ, സോ S1 എന്ന് പറയുന്നത് √e cos π/4 മൈനസ് √e sin π/4 വരും. ദെൻ ഇവിടെ I ഈക്വൽ ടു 2 ആകുമ്പോൾ നമുക്ക് S2 എന്ന് പറയുന്ന സിഗ്നൽ വെക്ടർ കിട്ടും. I ഈക്വൽ ടു 2 ആകുമ്പോൾ ഇവിടെ വരുന്ന ഫേസ് എന്താണ്? 3π/4 അല്ലേ. ഓക്കെ, സോ നമുക്ക് S2 എന്ന് പറയുന്നത് √e cos 3π/4 മൈനസ് √e sin 3π/4 വരും. ദെൻ I ഈക്വൽ ടു 3 ആകുമ്പോൾ നമുക്ക് S3 എന്ന് പറയുന്ന സിഗ്നൽ വെക്ടർ കിട്ടും. I ഈക്വൽ ടു 3 ആകുമ്പോൾ ഇവിടെ വരുന്ന ഫേസ് എന്താണ്? 5π/4 അല്ലേ. സോ നമുക്ക് ഈ S3 എന്ന് പറയുന്നത് √e cos 5π/4 മൈനസ് √e sin 5π/4 കിട്ടും. ദെൻ I ഈക്വൽ ടു 4 ആകുമ്പോൾ നമുക്ക് S4 എന്ന് പറയുന്ന സിഗ്നൽ വെക്ടർ കിട്ടും. ആ ഒരു കേസിൽ ഇവിടെ വരുന്ന ഫേസ് എന്ന് പറയുന്നത് 7π/4 ആണ്. ഓക്കെ, സോ നമുക്ക് S4 എന്ന് പറയുന്നത് √e cos 7π/4 മൈനസ് √e sin 7π/4 വരും. നൗ നെക്സ്റ്റ് നമുക്ക് ഈ കോസ് ആൻഡ് സൈൻ ടേംസിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ S1 to S4 സിഗ്നൽ വെക്ടേഴ്സിൻ്റെ വാല്യൂസ് എന്ത് വരും എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ S1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്നത് √e cos π/4 മൈനസ് √e sin π/4 ആണ്. ദെൻ നമുക്കറിയാം cos π/4 എന്ന് പറയുന്നത് 1/√2 ആണ്. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് √e ഇൻറ്റു 1/√2 വരും. അതായത് √e ഡിവൈഡഡ് ബൈ √2 വരും. അതിനെ നമുക്ക് √e/2 ആയിട്ട് ഡിനോട്ട് ചെയ്യാം.
ദെൻ സൈൻ π/4 എന്ന് പറയുന്നതും 1/√2 ആണ്. സോ നമുക്ക് -√e ഇൻറ്റു 1/√2 വരും. അതായത് നമുക്ക് -√e/2 വരും. ഓക്കെ, സോ S1 എന്ന് പറയുന്നത് √e/2 ആൻഡ് -√e/2 വാല്യൂസ് ഉള്ള ഈ ഒരു സിഗ്നൽ വെക്ടറാണ്. ദെൻ S2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 3π/4 ഫേസ് ആണ് വരുന്നത്. സോ √e cos 3π/4ഉം -√e sin 3π/4 ആണ് വരുന്നത്. ദെൻ കോസ് 3π/4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1/√2 ആണ്. സോ നമുക്ക് √e ഇൻറ്റു -1/√2 വരും. അതായത് -√e/2 വരും. ദെൻ ഇവിടെ നമുക്ക് സൈൻ 3π/4 എന്ന് പറയുന്നത് 1/√2 ആണ്. സോ -√e ഇൻറ്റു 1/√2 വരും. അതായത് -√e/2 വരും. സോ S2 എന്ന് പറയുന്നത് -√e/2 ആൻഡ് -√e/2 വാല്യൂസ് വരുന്ന സിഗ്നൽ വെക്ടറാണ്. ദെൻ S3 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഫേസ് എന്ന് പറയുന്നത് 5π/4 ആണ്. സോ നമുക്ക് S3 √e cos 5π/4 -√e sin 5π/4 വരും. ദെൻ കോസ് 5π/4 എന്ന് പറയുന്നത് -1/√2 ആണ്. സോ നമുക്കിവിടെ √e ഇൻറ്റു -1/√2 വരും. അതായത് -√e/2 വരും. ദെൻ സൈൻ 5π/4 എന്ന് പറയുന്നത് -1/√2 ആണ്. സോ ഇവിടെ നമുക്ക് -√e ഇൻറ്റു -1/√2 വരും. അതായത് √e/2 നമുക്ക് വരും. സോ S3യിൽ നമുക്ക് -√e/2 ആൻഡ് +√e/2 വാല്യൂസ് ആണ് വരുന്നത്. ദെൻ S4 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഫേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ 7π/4 ഫേസ് ആണ് വരുന്നത്. സോ S4 ഈസ് ഈക്വൽ ടു √e cos 7π/4 -√e sin 7π/4 വരും. കോസ് 7π/4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2 ആണ്. സോ √e ഇൻറ്റു 1/√2 വരും. സോ നമുക്ക് √e/2 കിട്ടും. ദെൻ സൈൻ 7π/4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1/√2 ആണ്. സോ നമുക്ക് -√e ഇൻറ്റു -1/√2 വരും. അതായത് നമുക്ക് √e/2 വരും. സോ നമുക്കിപ്പോൾ S1 to S4 വരെയുള്ള ആ സിഗ്നൽ വെക്ടേഴ്സിൻ്റെ ആ വാല്യൂസ് കിട്ടി. ദെൻ നമുക്കിത് വെച്ചിട്ട് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരക്കാനായിട്ട് പോകാം. അത് വരക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഒരു ടേബിളിൽ നമ്മളുടെ ആ സിമ്പിൾസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഗ്രേ എൻകോഡഡ് ഇൻപുട്ട് ഡൈബിറ്റ്സിനെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഓരോ ഡൈബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഫേസിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ വരുന്നത് ഫേസ് ഓഫ് QPSK സിഗ്നൽസ് ആണ്. ദെൻ ഇവിടെ നമ്മൾ കോർഡിനേറ്റ്സ് ഓഫ് മെസ്സേജ് പോയിന്റ്സ് നമ്മളുടെ ഈ SI1 ആൻഡ് SI2 വാല്യൂസ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോളം ഫോമിൽ എഴുതിയത് ഇവിടെ നമ്മൾ ആ ഒരു റോ ഫോമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മളുടെ ഫസ്റ്റ് സിമ്പല് 10 കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നത് π/4 ആണെന്നുള്ളത് നമുക്കറിയാം. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SI1 SI2 വാല്യൂസ് എന്ന് പറയുന്നത് ഈ +√e/2 ആൻഡ് -√e/2 ആണ്. സോ അത് നമ്മൾ ഇവിടെ എഴുതി +√e/2 ആൻഡ് -√e/2. ദെൻ നമ്മളുടെ സെക്കൻഡ് സിമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതായത് 0 കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് 3π/4 ആണ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ സിഗ്നൽ വെക്ടറിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് -√e/2 ആൻഡ് -√e/2 ആണ്. സോ അത് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തു. ദെൻ നമ്മളുടെ തേർഡ് സിമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതായത് 01 കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് 5π/4 ആണ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ സിഗ്നൽ വെക്ടറിലെ വാല്യൂസ് എന്ന് പറയുന്നത് -√e/2 ആൻഡ് +√e/2 ആണ്. സോ അത് നമ്മൾ ഇവിടെ എഴുതി -√e/2 ആൻഡ് +√e/2. ദെൻ നമ്മളുടെ ഫോർത്ത് സിമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് 11 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് 7π/4 ആണ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സിഗ്നൽ വെക്ടേഴ്സിലെ വാല്യൂസ് എന്ന് പറയുന്നത് +√e/2 ആൻഡ് +√e/2 ആണ്. സോ അത് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തു +√e/2 ആൻഡ് +√e/2. നൗ നെക്സ്റ്റ് നമുക്ക് ആ ഒരു സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ QPSK സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 BPSK സെക്ഷൻസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ QPSK സിഗ്നൽ കിട്ടുന്നത് എന്നുള്ളത്. സോ ആ ഒരു ഐഡിയ ആദ്യം നമുക്കൊന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രത്തിലേക്ക് പോകാം. നമ്മളുടെ സിമ്പലിലെ അല്ലെങ്കിൽ നമ്മളുടെ ഡൈബിറ്റിലെ ഫസ്റ്റ് ബിറ്റിനെ നമ്മൾ ഈ ഒരു കോസ് സെക്ഷൻ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും. സെക്കൻഡ് ബിറ്റിനെ നമ്മൾ ഈ ഒരു സൈൻ സെക്ഷൻ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും. ഓക്കെ, 2 ഡിഫറെൻറ്റ് BPSK സെക്ഷൻസ്. ദെൻ അത് രണ്ടും തമ്മിൽ
കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ SI എന്ന് പറയുന്ന QPSK സിഗ്നൽ കിട്ടുന്നത്. സോ ആ ഒരു ഐഡിയയാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ക്ലിയർ ആക്കാനായിട്ട് പോകുന്നത്. നമ്മൾ BPSK കേസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിലെങ്ങനെയാണ് നമ്മളുടെ BPSK സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ നമ്മളുടെ ഇൻകമിങ് ഡേറ്റ സ്ട്രീമിനെ ഇപ്പോൾ 0 ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ -√TB വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. 1 ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ +√TB വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു പൾസ് വേവ് ഫോമിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ദെൻ അതിനെ നമ്മൾ 5/1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു BPSK സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, അതായത് ആ ഒരു കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് √2/t cos 2πfct ആണ്. സോ 0 ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ -√2EB/TB cos 2πfct കിട്ടും. 1 ആണ് വരുന്നതെങ്കിൽ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് √2EB/TB cos 2πfct കിട്ടും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 2 ബിറ്റുകൾ ചേർന്നിട്ടാണ് ഒരു സിമ്പൽ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫസ്റ്റ് സിമ്പൽ കൺസിഡർ ചെയ്യാം. ഇതിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ ആണ് SI1 ആക്ച്വലി നമുക്ക് വരുന്നത്. 1 വന്നപ്പോൾ ഇവിടെ നമ്മൾ +√E/2 വെച്ചിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു QPSK കേസിൽ ഒരു സിമ്പലിൽ 2 ബിറ്റുകളാണ് വരുന്നത്. സോ നമ്മളുടെ സിമ്പൽ എനർജി E എന്ന് പറയുന്നത് 2EB ആണ്. ദെൻ EB എന്ന് പറയുന്നത് എന്തായിരിക്കും? E/2 ആണ്. ഓക്കെ, സോ ഈ E/2നെ നമുക്ക് EB ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ നമുക്കിവിടെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് +√EB വന്നിട്ടുണ്ട്, നമ്മൾ BPSK കേസിൽ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ദെൻ അടുത്ത സിമ്പലിൻ്റെ ആ ഒരു ഫസ്റ്റ് ബിറ്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത്. ദെൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് SI1 വാല്യൂ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, -√E/2 ആണ്, അല്ലെങ്കിൽ -√EB ആണ് വന്നിരിക്കുന്നത്. നമ്മൾ BPSKയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ 0 വന്നപ്പോൾ അതിനെ -√EB വെച്ചിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത സിമ്പലിൻ്റെ കേസ് നോക്കിയേ, ഇവിടെ 0 വന്നപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബിറ്റ് 0 വന്നപ്പോൾ SI1 വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, -√E/2 ആണ്, അല്ലെങ്കിൽ -√EB ആണ്. ദെൻ അടുത്ത സിമ്പൽ ഒന്ന് കൺസിഡർ ചെയ്തേ, ഇവിടെ 1 ആണ് ഈ ഡൈബിറ്റിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത്. സോ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ SI1 വന്നിരിക്കുന്നത് +√E/2 ആണ്, അല്ലെങ്കിൽ +√EB ആണ്. ഓക്കെ, സോ നമ്മൾ BPSK കേസിൽ പറഞ്ഞതുപോലെ ഉള്ള ആ ഒരു സെയിം ഫോം തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് ബിറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ BPSK കേസിൽ പറഞ്ഞതുപോലെയുള്ള ആ ഒരു വാല്യൂസ് ആണ് ഈ SI1 നമുക്കിവിടെ വന്നിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് ഒരു സിംഗിൾ BPSK കേസായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മളുടെ ഈ ഡൈബിറ്റിലെ ഈ ഫസ്റ്റ് ബിറ്റും ഈ SI1 കേസുകളും ചേർത്തിട്ട് നമുക്ക് ഒരു സിംഗിൾ BPSK കേസായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ ഏതാണ്? നമ്മളുടെ SI1 കേസിൽ വരുന്ന ആ ഒരു കരിയർ എന്ന് പറയുന്നത് നമ്മളുടെ കോസ് കരിയർ ആണ്. സോ നമ്മളുടെ കോസ് കരിയർ യൂസ് ചെയ്യുന്ന ആ ഒരു BPSK സെക്ഷനാണ് ഇത്. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് ബിറ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. നമ്മളുടെ ഈ ഡൈബിറ്റിലെ ഈ സെക്കൻഡ് ബിറ്റ് ഒന്ന് കൺസിഡർ ചെയ്തേ, ഈ ഫസ്റ്റ് സിമ്പൽ കൺസിഡർ ചെയ്യുക. ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് SI2 വാല്യൂ വന്നിരിക്കുന്നത് നോക്കിയേ, മൈനസ് ആണ്, -√E/2 ആണ്, അല്ലെങ്കിൽ -√EB ആണ് വന്നിരിക്കുന്നത്. ദെൻ ഈ ഒരു സിമ്പിൾ കൺസിഡർ ചെയ്തേ, ഇതിൻ്റെ ഈ സെക്കൻഡ് ബിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് SI2 വന്നിരിക്കുന്നത് മൈനസ് ആണ്, -√E/2 അല്ലെങ്കിൽ -√EB ആണ് വന്നിരിക്കുന്നത്. ദെൻ ഈ തേർഡ് സിമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ സെക്കൻഡ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ SI2 വാല്യൂ വന്നിരിക്കുന്നത് +√E/2 ആണ്, അല്ലെങ്കിൽ +√EB ആണ്. ദെൻ ഈ ഫോർത്ത് സിമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ BPSK കേസിൽ പറഞ്ഞതുപോലെ തന്നെ 0നെ -√EB വെച്ചിട്ടും 1നെ +√EB വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഒരു BPSK കേസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കരിയർ ഏതാണ്? സൈൻ കരിയർ ആണ് ആ SI2 കേസിൽ വരുന്നത്. സോ ഈ സെക്കൻഡ് ബിറ്റുകളും ഈ SI2ഉം ചേർത്തിട്ട് നമുക്ക് സൈൻ കരിയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു BPSK സെക്ഷനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം.
സോ ഇതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. നമ്മളുടെ ഇൻകമിംഗ് ഡേറ്റ സ്ട്രീമിനെ 2 സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെക്ഷനെ നമ്മൾ കോസ് കാരിയർ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും, അടുത്ത സെക്ഷനെ നമ്മൾ സൈൻ കാരിയർ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യും. ദെൻ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് QPSK സിഗ്നൽ കിട്ടുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നതല്ലേ നമ്മളുടെ QPSK സിഗ്നൽ SI എന്ന് പറയുന്നത്. SI ആ ഒരു കോസ് സെക്ഷനാണ്, ഈ ഒരു സെക്ഷനാണ് ആക്ച്വലി ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിലെ ഈ ഒരു സെക്കൻഡ് സെക്ഷനാണ് നമ്മൾ ഈ വാല്യൂ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് SI എന്ന് പറയുന്ന ഈ ഒരു സിഗ്നൽ കിട്ടുന്നത്. ദെൻ ഒരു കാര്യവും കൂടി നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ടുണ്ട്. നമ്മൾ ഗ്രേ എൻകോഡഡ് ഫോമിലാണ് ഡൈബിറ്റ്സിൻ്റെ സീക്വൻസ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ 2 സെക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ 2 BPSK സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഫോമിൽ നമ്മളുടെ ഡൈബിറ്റ്സ് ചൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഈ 10ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് π/4 ഫേസ് ചൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് പ്ലസും സെക്കൻഡ് മൈനസും ആയിട്ട് നമുക്ക് കിട്ടിയത്. അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലസും 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസും നമുക്ക് കിട്ടിയത്. അതേസമയം നമ്മൾ ഈ 10ക്ക് പകരം ഇവിടെ 00 ചൂസ് ചെയ്തത് എന്ന് വിചാരിക്കുക. അതായത് 00ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ π/4 ഫേസ് ചൂസ് ചെയ്തത് എന്ന് വിചാരിക്കുക. സോ π/4 ഫേസിന്റെ കേസിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് SI1 ആൻഡ് SI2 വാല്യൂസ് കിട്ടുന്നത്. സോ നമുക്ക് ആദ്യത്തെ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് +√T/2 അടുത്ത 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -√T/2 കിട്ടും. നമ്മൾ BPSKയുടെ കേസിൽ പറഞ്ഞതുപോലെയുള്ള ആ ഒരു കേസ് നമുക്ക് ഇവിടെ കിട്ടില്ല. അതേപോലെ നമ്മളിവിടെ 00ക്ക് പകരം 01ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 3π/4 ഫേസ് ചൂസ് ചെയ്തത് എന്ന് വിചാരിക്കുക. ഈ 3π/4 ഫേസിന്റെ കേസിൽ നമുക്ക് SI1 -√T/2 SI2 -√T/2 ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -√T/2 1ന് കറസ്പോണ്ടിങ് ആയിട്ട് -√T/2 വരും. സോ അവിടെയും നമുക്ക് ഈ ഒരു BPSK ഫോമിൽ ആ വാല്യൂസ് വരില്ല. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രേ എൻകോഡഡ് ഫോമിൽ നമ്മളുടെ ഈ ഡൈബിറ്റ്സിൻ്റെ സീക്വൻസ് നമ്മൾ ചൂസ് ചെയ്തത്. 10ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് π/4 ഫേസ്, 00ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3π/4 ഫേസ്, 01ന് കറസ്പോണ്ടിങ് ആയിട്ട് 5π/4 ഫേസ് ആൻഡ് 11ന് കറസ്പോണ്ടിങ് ആയിട്ട് 7π/4 ഫേസ്. ഈ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ആ പ്ലസ് വാല്യൂവും 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് വാല്യൂവും കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഐഡിയാസ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ടേബിൾ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞ ആ കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് നമുക്ക് പിന്നെ ആവശ്യം വരുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരക്കണം. സോ അതെങ്ങനെ വരക്കാം എന്നുള്ളത് നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ 2 ബേസിസ് ഫങ്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് 2 ആക്സിസുകളായിരിക്കും വരുന്നത്. സോ ആദ്യം നമ്മൾ ആ ആക്സിസുകൾ വരയ്ക്കുക. നമ്മളുടെ φ1 ആക്സിസും φ2 ആക്സിസും നമ്മൾ വരയ്ക്കുക. ദെൻ ഈ 2 ഡയമെൻഷണൽ സ്പേസിലേക്ക് നമുക്ക് നമ്മളുടെ 4 മെസ്സേജ് പോയിന്റ്സും പ്ലോട്ട് ചെയ്യണം. നമ്മളുടെ ഫസ്റ്റ് സിമ്പൽ 10 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ SI1 വാല്യൂ എന്ന് പറയുന്നത് +√T/2 ആണ്. അതായത് നമ്മളുടെ φ1ലേക്കുള്ള ആ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് +√T/2 ആണ്. നമ്മളുടെ φ2ലേക്കുള്ള പ്രൊജക്ഷൻ അതായത് SI2 എന്ന് പറയുന്നത് -√T/2 ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ S1നെ ഈ ഒരു 2 ഡയമെൻഷണൽ സ്പേസിലേക്ക് മാർക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ ഒറിജിൻ പോയിന്റ്. SI1 എന്ന് പറയുന്നത് +√T/2 ആണ്. സോ ഇതാണ് +√T/2 പോയിന്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ നമ്മളുടെ SI2 എന്ന് പറയുന്നത് നമ്മളുടെ φ2 ഡയറക്ഷനിലെ വാല്യൂ ആണ്. സോ ആ ഒരു φ2 ഡയറക്ഷനിലെ -√T/2 ആയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഈ +√T/2 നിന്നും -√T/2 നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് മെസ്സേജ് പോയിന്റ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് 1 അല്ലെങ്കിൽ നമ്മളുടെ സിമ്പൽ 10ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് S2 മാർക്ക് ചെയ്യാം. S2 എന്ന് പറയുന്നത് ഈ 00ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ്.
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SI1 വാല്യൂ എന്ന് പറയുന്നത് -√T/2 ആണ്. SI2 എന്ന് പറയുന്നത് -√T/2 ആണ്. ഓക്കെ, സോ -√T/2 ∅1 ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ഈ -√T/2 ∅2 ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യണം. ഓക്കെ, സോ ∅1 ഡയറക്ഷനിൽ -√T/2 മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ ∅2 ഡയറക്ഷനിൽ -√T/2 മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റാണ് നമ്മളുടെ സെക്കൻഡ് മെസ്സേജ് പോയിന്റ്. അതായത് നമ്മളുടെ സിമ്പിൾ 00ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്. ദെൻ ഇതേപോലെ നമുക്ക് തേർഡ് സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സിഗ്നൽ വെക്ടർ മാർക്ക് ചെയ്യാം. തേർഡ് സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SI1 ആൻഡ് SI2 വാല്യൂസ് എന്ന് പറയുന്നത് -√T/2 +√T/2 വാല്യൂസ് ആണ്. സോ അത് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഈ 0യിൽ നിന്ന് -√T/2 ∅1 ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. ദെൻ ഈ 0യിൽ നിന്ന് +√T/2 ∅2 ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. സോ അതിൻ്റെ ആ ഇൻ്റർസെക്ഷൻ പോയിന്റ് ആണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് 3, അതായത് 0-1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിന്റ്. ഓക്കെ, ദെൻ നമുക്ക് 1-1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. 1-1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് SI1 വന്നിരിക്കുന്നത് +√T/2 ആണ്. സോ +√T/2 നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ SI2 വാല്യൂ എന്ന് പറയുന്നതും +√T/2 ആണ്. സോ ∅2 ഡയറക്ഷനിൽ +√T/2 മൂവ് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടും. അതാണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് 4, അല്ലെങ്കിൽ 1-1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മെസ്സേജ് പോയിന്റ്. സോ ഈ ∅1 ആൻഡ് ∅2 ആക്സിസുകൾ വരച്ചിട്ട് ഈ 4 മെസ്സേജ് പോയിന്റുകളും ഇതിലേക്ക് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രം കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് റിസീവ്ഡ് സിഗ്നലിൽ നിന്ന് ഏത് സിമ്പലാണ് ആക്ച്വലി ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ദെൻ അതേപോലെ തന്നെ ആ ഒരു ഡിറ്റക്ഷൻ കേസിൽ വരുന്ന പ്രോബബിലിറ്റി ഓഫ് എററും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളുടെ ഡിറ്റക്ഷൻ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് 4 മെസ്സേജ് പോയിന്റ്സ് ആണ് ഉള്ളത്. സോ നമ്മളുടെ ഈ ഒബ്സർവേഷൻ സ്പേസിനെ 4 ഡിഫറെൻറ്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡിസിഷൻ ബൗണ്ടറീസ് ഫോം ചെയ്യണം. ഈ ഒരു ഡിസിഷൻ ബൗണ്ടറി ഇവിടെ ഫോം ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ ഈ 4 മെസ്സേജ് പോയിന്റ്സിനെയും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു സ്ക്വയറിനെ 4 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മളുടെ ബൗണ്ടറീസ് കൺസിഡർ ചെയ്യുക. അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. സോ ഇതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് ഡിസിഷൻ ബൗണ്ടറി. നമ്മളുടെ ഈ ഒരു സ്ക്വയറിനെ ഈക്വൽ ആയിട്ട് നമ്മൾ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദെൻ ഈ വെർട്ടിക്കൽ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുക. ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഈ ഒരു സ്ക്വയറിനെ 2 ഈക്വൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. അതായത് ഈ ലൈനിന് സെൻറ്ററിൽ കൂടി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. ഇതായിരിക്കും നമ്മളുടെ സെക്കൻഡ് ഡിസിഷൻ ബൗണ്ടറി എന്ന് പറയുന്നത്. സോ ഈ 2 ഡിസിഷൻ ബൗണ്ടറീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഒബ്സർവേഷൻ സ്പേസിനെ 4 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മെസ്സേജ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയനാണ് Z1, മെസ്സേജ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയനാണ് Z2, മെസ്സേജ് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയനാണ് Z3, മെസ്സേജ് 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയനാണ് Z4. ദെൻ നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ഈ 4 സിമ്പിൾസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SI എന്ന് പറയുന്ന ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ചാനൽ വഴി ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ നോയ്സ് ആഡ് ചെയ്തിട്ട് X എന്ന് പറയുന്ന ഒരു സിഗ്നൽ റിസീവർ സൈഡിന് കിട്ടി. ദെൻ റിസീവർ സൈഡ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ X ഒബ്സർവേഷൻ വെക്ടർ X കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഈ ഒബ്സർവേഷൻ വെക്ടറിനെ ഈ ഒബ്സർവേഷൻ സ്പേസിലേക്ക് അത് പ്ലോട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഒബ്സർവേഷൻ വെക്ടർ Z1 റീജിയനിലാണ് കിടക്കുന്നതെങ്കിൽ റിസീവർ എന്ത് ഡിസൈഡ് ചെയ്യും? നമ്മുടെ മെസ്സേജ് പോയിന്റ് 1 അല്ലെങ്കിൽ 10 ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. അതല്ല നമ്മുടെ ഒബ്സർവേഷൻ വെക്ടർ Z3 റീജിയനിലാണ് കിടക്കുന്നതെങ്കിൽ റിസീവർ എന്ത് ഡിസൈഡ് ചെയ്യും? നമ്മുടെ മെസ്സേജ് പോയിന്റ് 3 അല്ലെങ്കിൽ 01 ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഒബ്സർവേഷൻ വെക്ടർ ഏത് റീജിയനിലാണ്
സിഗ്നലാണോ കിടക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസീവർ ആ ഒരു ഡിസിഷൻ എടുക്കും. ദെൻ ഈ ഒരു കേസിൽ എറർ ഒക്കർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റിസീവർ സൈഡിൽ നിന്ന് ഈ 11 എന്ന് പറയുന്ന ആ ഒരു സിമ്പലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള S4 എന്ന് പറയുന്ന സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ദെൻ എറർ ഒന്നും ഇല്ലാത്ത കേസിൽ ആക്ച്വലി നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ കിടക്കേണ്ടത് ഈ Z4 റീജിയനിലാണ്. ഓക്കെ, പക്ഷേ ഈ S4Tക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്സർവേഷൻ വെക്ടർ Z4 റീജിയനിലല്ല കിടക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ആ ഒരു കേസിലാണ് നമുക്ക് എറർ ഒക്കർ ചെയ്യുന്നത്. S4 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ വെക്ടർ Z4 റീജിയനിൽ അല്ല എങ്കിൽ അവിടെ നമുക്ക് എറർ ഒക്കർ ചെയ്യും. ഓക്കെ, സോ ഇതേപോലെ നമുക്ക് ഓരോ കേസുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പ്രോബബിലിറ്റി ഓഫ് എററിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കേസിൽ വരുന്ന പ്രോബബിലിറ്റി ഓഫ് എററിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളുടെ റിസീവ്ഡ് സിഗ്നൽ X കൺസിഡർ ചെയ്യുക. SI നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ AWGN നോയ്സ് W ആഡ് ചെയ്തിട്ടുള്ള SI പ്ലസ് W എന്ന് പറയുന്ന X സിഗ്നലാണ് റിസീവറിന് കിട്ടുന്നത്. ദെൻ ഈ X നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ 0 to T വരെയുള്ള ഡ്യൂറേഷൻ ആയിരിക്കും. ദെൻ ഹിയർ I ക്യാൻ വേരി ഫ്രം 1 to 4. ഇതിൽ ഈ W എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇറ്റ് ഈസ് ദി സാമ്പിൾ ഫംഗ്ഷൻ ഓഫ് എ വൈറ്റ് ഗോസിയൻ നോയ്സ് പ്രോസസ് ഓഫ് 0 മീൻ ആൻഡ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0/2. ദെൻ നമ്മൾ റിസീവർ സൈഡിൽ ഈ X റിസീവർ സെക്ഷനിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. റിസീവർ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കോറിലേറ്റർ റിസീവറാണ്. സോ അതിലെ ഫസ്റ്റ് സെക്ഷൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ X കിട്ടും. ദെൻ ഈ QPSK നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 ഡയമെൻഷണൽ കേസാണ് വരുന്നത്. സോ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ X നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 2 വാല്യൂസ് നമുക്ക് ഉണ്ടായിരിക്കും, X1ഉം X2ഉം. N ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ നമുക്ക് X1 to Xn വാല്യൂസ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് 2 ഡയമെൻഷണൽ കേസാണ് വരുന്നത്. സോ നമുക്ക് X1 ആൻഡ് X2 എന്ന് പറയുന്ന ആ 2 വാല്യൂസ് മാത്രമേ ഉണ്ടാകുള്ളൂ. ഓക്കെ, അതായത് നമ്മളുടെ കോറിലേറ്റർ സെക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 കോറിലേറ്റർ സെക്ഷൻസ് ആണ് നമുക്ക് റിസീവർ സൈഡിൽ വരുന്നത്. ഒരു കോറിലേറ്റർ സെക്ഷൻ 5(1)ൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, അടുത്ത കോറിലേറ്റർ സെക്ഷൻ 5(2)T യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ X1 ആൻഡ് X2ന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. X1ന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. X1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to T X 5(1)t dt ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് X വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. X എന്ന് പറയുന്നത് SI പ്ലസ് W ആണ്. SI ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ ആ 5(1)t ആൻഡ് 5(2)t ടേംസിലുള്ള ആ ഒരു ഇക്വേഷൻ SI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ദാറ്റ് പ്ലസ് W ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് X കിട്ടും. ദെൻ ദാറ്റ് ഇൻറ്റു 5(1)t നമ്മൾ ചെയ്യണം. ദെൻ അതിനെ നമ്മൾ 0 to Tയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to T root E cos 2i-1 pi/4 into 5(1)t minus root E sin 2i-1 pi/4 into 5(2)t plus W into 5(1)t dt. ദെൻ ഇതിനെ നമുക്ക് 3 ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഈ ഓരോ ടേമിനെയും ഈ 5(1)t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇതിലെ ഫസ്റ്റ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ റൂട്ട് T cos 2i-1 pi/4 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടൈം ആണ്. അത് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തെഴുതി. സോ ഇവിടെ നമുക്ക് റൂട്ട് T cos 2i-1 pi/4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T 5(1)t സ്ക്വയർ dt വരും. ദെൻ ഈ സെക്കൻഡ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ റൂട്ട് T sin 2i-1 pi/4 ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് നമ്മൾ എടുത്തെഴുതി. ദെൻ ദാറ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T 5(1)t ഇൻറ്റു 5(2)t dt വന്നു. ദെൻ ഈ W ഈ 5(1)t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ 0 to Tയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ 0 to T W 5(1)t dt കിട്ടി. ദെൻ ഇവിടെ നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to T 5(1)t 5(2)t dt എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോയി.
ദെൻ ഇവിടെ ഇൻ്റഗ്രൽ 0 to t φ1 of t സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ദിസ് 1 ഇൻറ്റു 1 വരും. ദെൻ ഇവിടെ ഈ 0 to ക്യാപിറ്റൽ ടി w ഓഫ് ടി φ1 of t dt നെ നമുക്ക് w1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദിസ് 1 ഈസ് ഈക്വൽ ടു ഓർ x1 ഈസ് ഈക്വൽ ടു റൂട്ട് ഇ കോസ് 2i മൈനസ് 1 π/4 പ്ലസ് w1. ദെൻ ഈ കോസ് 2i മൈനസ് 1 π/4 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഐ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്ലസ് ഓർ മൈനസ് 1/√2 വാല്യൂസ് ആണ് ഇതിന് വരുന്നത്. സോ നമുക്ക് ഇതിനെ പ്ലസ് ഓർ മൈനസ് റൂട്ട് e/2 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് e/2 പ്ലസ് w1 ആയിട്ട് നമുക്ക് കിട്ടി. ദെൻ ഇതേപോലെ തന്നെ നമുക്ക് x2ൻ്റെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യാം. x2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ക്യാപിറ്റൽ ടി എക്സ് ഓഫ് ടി φ2 ഓഫ് ടി ഡി ടി ആണ്. ദെൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് SI ഓഫ് ടി പ്ലസ് W ഓഫ് ടി ആണ്. ദാറ്റ് ഇൻറ്റു φ2 ഓഫ് ടി ചെയ്യണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദിസ് 1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t റൂട്ട് ടി കോസ് 2i മൈനസ് 1 π/4 φ1 ഓഫ് ടി മൈനസ് റൂട്ട് ടി സൈൻ 2i മൈനസ് 1 π/4 φ2 ഓഫ് ടി പ്ലസ് W ഓഫ് ടി ഇൻറ്റു φ2 ഓഫ് ടി ഡി ടി. ദെൻ ഇതിനെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ടി കോസ് 2i മൈനസ് 1 π/4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t φ1 ഓഫ് ടി ഇൻറ്റു φ2 ഓഫ് ടി ഡി ടി. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് റൂട്ട് ടി സൈൻ 2i മൈനസ് 1 π/4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t φ2 ഓഫ് ടി ഇൻറ്റു φ2 ഓഫ് ടി ഡി ടി വരും. അതായത് φ2 ഓഫ് ടി സ്ക്വയർ ഡി ടി വന്നു. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റഗ്രൽ 0 to t w ഓഫ് ടി φ2 ഓഫ് ടി ഡി ടി വന്നു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റഗ്രൽ 0 to t φ1 ഓഫ് ടി φ2 ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് 0 ആണ്. ദെൻ ഇൻ്റഗ്രൽ 0 to t φ2 ഓഫ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് 1 ആണ്. ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോയി. ദെൻ ഇവിടെ നിന്ന് നമുക്ക് മൈനസ് റൂട്ട് ടി സൈൻ 2i മൈനസ് 1 π/4 വന്നു. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് W2 വന്നു. സോ നമുക്ക് x2 എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ടി സൈൻ 2i മൈനസ് 1 π/4 പ്ലസ് W2 കിട്ടി. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈൻ 2i മൈനസ് 1 π/4 എന്ന് പറയുന്നത് ഐ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്ലസ് ഓർ മൈനസ് 1/√2 വാല്യൂസ് ആണ് വരുന്നത്. സോ ഇതിനെ നമുക്ക് മൈനസ് പ്ലസ് റൂട്ട് e/2 പ്ലസ് W2 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഒബ്സർവേഷൻ വെക്റ്റർ ക്യാപിറ്റൽ എക്സ് കിട്ടി. അതിൽ വന്നിരിക്കുന്ന x1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. നൗ നമുക്ക് ഈ എക്സിനെ നമ്മുടെ ഒബ്സർവേഷൻ സ്പേസിലേക്ക് പ്ലോട്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റക്ഷൻ ചെയ്യാം. അതേപോലെ തന്നെ ആ ഒരു കേസിൽ വരുന്ന പ്രോബബിലിറ്റി ഓഫ് എററും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഈ ഒരു കേസിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എറർ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളുടെ QPSK സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് 2 BPSK സെക്ഷൻസ് കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്നതാണെന്നുള്ളത്. ഇത് നമ്മളുടെ കോസിൽ വർക്ക് ചെയ്യുന്ന BPSK സെക്ഷൻ, ഇത് നമ്മളുടെ സൈൻ കാരിയറിൽ വർക്ക് ചെയ്യുന്ന BPSK സെക്ഷൻ. ദെൻ നമ്മൾ BPSK കേസിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എറർ പ്രീവിയസ് ക്ലാസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ്റെ പ്രോബബിലിറ്റി ഓഫ് എററിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻ്റെയും പ്രോബബിലിറ്റി ഓഫ് എററിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ദെൻ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ QPSK കേസിൻ്റെ പ്രോബബിലിറ്റി ഓഫ് എററിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ടു കാൽക്കുലേറ്റ് ദി ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എറർ വി നോ ഫ്രം ദിസ് ഇക്വേഷൻ ദ കൊഹറൻറ്റ് QPSK സിസ്റ്റം ഈസ് ഇൻ ഫാക്ട് equivalent to 2 coherent BPSK systems working in parallel and using 2 carriers that are in phase quadrature. The in-phase channel output x1 and the quadrature channel output x2, that is the 2 elements of the observation vector x, may be viewed as the individual outputs of the 2 coherent BPSK systems. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ആ x1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ആക്ച്വലി നമ്മളുടെ കോസ് കാരിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു റിസീവർ സെക്ഷനിലെ വാല്യൂ ആണ്. അതായത് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് BPSK സെക്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ദെൻ നമ്മൾ x2 കൺസിഡർ ചെയ്യുമ്പോൾ അത് നമ്മളുടെ സൈൻ കാരിയർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു BPSK സെക്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ഈ ഒരു സെക്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ദെൻ ആ 2 BPSK സെക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് 2 ബൈനറി PSK സിസ്റ്റംസ് മേ ബി ക്യാരക്ടറൈസ്ഡ് ആസ്
the signal energy per bit is E by 2 and the noise spectral density is N0/2. നമ്മളുടെ സിമ്പലിലെ ഡൈ ബിറ്റ്സിൽ ആദ്യത്തെ ബിറ്റിനെ നമ്മൾ ഈ ഒരു കോസ് കരിയർ യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ബിറ്റിനെ നമ്മൾ ഈ ഒരു സൈൻ കരിയർ യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്യുന്നു. സോ ഈ BPSK സെക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ആ എനർജീസ് എന്ന് പറയുന്നത് ആ ബിറ്റ് എനർജീസ് ആണ്. ഇവിടെ ഒരു ബിറ്റ് എനർജി വരുന്നുണ്ട്, ഇവിടെ അടുത്ത ഒരു ബിറ്റ് എനർജി വരുന്നുണ്ട്. ഓക്കെ, സോ BPSK സെക്ഷനിലെ ആ ഒരു സിഗ്നൽ എനർജി പെർ ബിറ്റ് എന്ന് പറയുന്നത് E/2 ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ നമ്മളുടെ ആ 2 സെപ്പറേറ്റ് BPSK സെക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഓരോ സെക്ഷനിലും വരുന്ന ആ ഒരു ബിറ്റ് എനർജി എന്ന് പറയുന്നത് E/2 ആണ്. ദെൻ നമ്മൾ BPSKയുടെ പ്രോബബിലിറ്റി ഓഫ് എററിൻ്റെ ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വി നോ PE ഇസ് ഈക്വൽ ടു 1/2 ERFC ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് EB/N0. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് QPSKയുടെ കേസിൽ ആ ഓരോ ചാനലിലും അല്ലെങ്കിൽ ആ ഓരോ കരിയറിൻ്റെ കേസിലും വരുന്ന ആ ഒരു ആവറേജ് പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് എററിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ ദി ആവറേജ് പ്രോബബിലിറ്റി ഓഫ് bit error in each channel of the coherent QPSK system is P dash is equal to 1/2 ERFC of square root of E/2 divided by N0. BPSKയുടെ കേസിൽ ഇവിടെ നമുക്ക് ആ ബിറ്റ് എനർജി അല്ലേ വരേണ്ടത്. ഇവിടെ നമുക്ക് QPSKയുടെ കേസിൽ ആ ഒരു സിഗ്നൽ എനർജി പെർ ബിറ്റ് എന്ന് പറയുന്നത് E/2 ആണ്. ഓക്കെ, സോ നമുക്ക് ഈ EBയുടെ പ്ലേസിൽ E/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ P ഡാഷ് ഈസ് ഈക്വൽ ടു 1/2 ERFC ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് E/2 ഡിവൈഡഡ് ബൈ N0 നമുക്ക് കിട്ടും. Then this one is equal to 1/2 ERFC of square root of E/2N0. സോ ഇതാണ് QPSKയുടെ കേസിൽ ആ ഓരോ ചാനലിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആവറേജ് പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് എറർ. ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ അല്ല, ആവറേജ് പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് എറർ ആണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് BPSKയുടെ കേസിലും വരുന്ന ആ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് എറേഴ്സിനെ നമുക്ക് കമ്പൈൻ ചെയ്യണം. ദെൻ QPSKയുടെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദ ബിറ്റ് എറേഴ്സ് ഇൻ ദി ഇൻഫേസ് ആൻഡ് ക്വാഡ്രേച്ചർ ചാനൽസ് ഓഫ് ദി കൊഹറന്റ് QPSK സിസ്റ്റംസ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻറ്റ്. സോ ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മളുടെ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ കിട്ടാനായിട്ട് നമ്മളുടെ ആ രണ്ട് BPSK കേസിലും വരുന്ന ആ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് എറേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കണം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ആദ്യം ആവറേജ് പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ് ഡിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ആവറേജ് പ്രോബബിലിറ്റി ഓഫ് എററിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ് ഡിസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു BPSKയുടെ കേസിൽ വരുന്ന കറക്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് 1 - P ഡാഷ് ആണ്. ദെൻ നമ്മൾ രണ്ട് BPSKയുടെ കേസുകളും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ആ രണ്ട് കേസുകൾ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 - P ഡാഷ് ഇൻറ്റു 1 - P ഡാഷ് വരും. സോ QPSKയുടെ കേസിൽ വരുന്ന ആവറേജ് പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് PC is equal to 1 - P ഡാഷ് സ്ക്വയർ വരും. ദെൻ P ഡാഷിന് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു 1 - 1/2 ERFC ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് E/2N0 ഓൾ സ്ക്വയർ വന്നു. ദെൻ ഇതിനെ A - B ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1 - ERFC ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് E/2N0 പ്ലസ് 1/4 ERFC സ്ക്വയർ ഓഫ് റൂട്ട് ഓഫ് E/2N0 കിട്ടി. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 1 - PC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദി ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പൽ എറർ ഫോർ കൊഹറന്റ് QPSK ഈസ് 1 - PC, അതായത് 1 - this one. So here we will get 1 - ERFC of square root of EB/2N0 plus 1/4 ERFC square of square root of E/2N0 വന്നു. സോ ഇവിടെ നമുക്ക് ഈ 1 ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ ടേമുകളൊക്കെ ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ട് ഇത് നമുക്ക് നെഗറ്റീവായിട്ടും കിട്ടും. ഓക്കെ, സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു ERFC ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് E/2N0 മൈനസ് 1/4 ERFC സ്ക്വയർ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് E/2N0 വന്നു. ദെൻ ഹിയർ ഇൻ ദ റീജിയൻ വെർ E/2
2n naught is very much greater than 1, this term can be neglected. E by 2n naught 1-നേക്കാൾ വെരി മച്ച് ഗ്രേറ്റർ ആയിട്ട് വരുന്ന കേസിൽ നമുക്ക് ഈ ഒരു ടേമിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ വി ക്യാൻ അപ്രോക്സിമേറ്റ് ദിസ് PE as this one. So the average probability of symbol error for the coherent QPSK can be approximated as PE is approximately equal to ERFC of square root of E by 2n naught. Then നമുക്ക് ഇതിനെ EBയുടെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം. We know in a QPSK system there are 2 bits per symbol. Hence the transmitted signal energy per symbol is twice the signal energy per bit. അതായത് E എന്ന് പറയുന്നത് ഈക്വൽ ടു 2 EB ആണ്. സോ നമുക്ക് E by 2ന് പകരം EB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ ഇക്വേഷനിൽ E by 2ന് പകരം നമുക്ക് EB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദി ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എറർ PE is equal to ERFC of square root of EB by n naught. Then we know in QPSK 2 bits are transmitted per symbol. So bit error rate will be equal to half of this one. ഇതെന്ന് പറയുന്നത് നമ്മളുടെ QPSKയുടെ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എറർ ആണ്. ഒരു സിമ്പലിൽ നമുക്ക് 2 ബിറ്റുകളുണ്ട്. സോ നമുക്ക് ബിറ്റ് എറർ റേറ്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഹാഫ് എടുക്കണം. ഓക്കെ, സോ QPSKയുടെ കേസിൽ വരുന്ന ബിറ്റ് എറർ റേറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദിസ് വൺ ആയിരിക്കും. അതായത് 1/2 ഓഫ് ERFC ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് EB by n naught ആയിരിക്കും. ദെൻ നമുക്ക് BPSKയുടെ കേസിലും ബിറ്റ് എറർ റേറ്റ് ഈ ഒരു ഫോമിൽ തന്നെയല്ലേ കിട്ടിയത്. BPSKയുടെ കേസിലും QPSKയുടെ കേസിലും ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ബിറ്റ് എറർ റേറ്റ് ആയിട്ട് കിട്ടിയത്. സോ നമ്മളുടെ BPSKയുടെയും QPSKയുടെയും ഈ ബിറ്റ് എറർ റേറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം ക്ലിയർ ആണ്. The coherent QPSK system achieves the same average probability of bit error as a coherent BPSK system for the same bit rate and the same EB by n naught, but uses only half the channel bandwidth. So we can say the QPSK system uses the channel bandwidth better than the binary PSK system. നെക്സ്റ്റ് നമുക്ക് QPSK ജനറേഷൻ ആൻഡ് ഡിറ്റക്ഷൻ്റെ ബ്ലോക്ക് ഡയഗ്രാംസ് പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.